ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എത്ര നിറം കുറഞ്ഞവരാണെങ്കിലും ഇതൊരു മാസം നിങ്ങൾ ആഴ്ചയിൽ 2 ദിവസം വെച്ച് മാത്രം ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളെ മുഖത്തേക്ക് വരുന്ന മാറ്റം നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്തത്ര മാറ്റമായിരിക്കും. പക്ഷേ നിങ്ങൾ ഇതൊന്ന് കണ്ടിന്യൂ ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഒരു മാസമെങ്കിലും ആഴ്ചയിൽ വെറും 2 ദിവസം മാത്രം ചെയ്താൽ മതി. നിങ്ങൾക്ക് സൗകര്യപ്പെടുന്ന ഏതെങ്കിലും 2 ദിവസം വെച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ മുഖത്ത് വരുന്ന കറുത്ത പാട്, കരിവാളിപ്പ് എല്ലാം മാറി മുഖം നല്ല സോഫ്റ്റ് ആവാനും ക്ലിയർ ആവാനും നിറം വരാനും നല്ല തിളക്കം വരാനും സഹായിക്കുന്ന നല്ലൊരു ഫേസ് പാക്കാണിത്. ഇത് നിങ്ങൾക്ക് ഫേസിൽ മാത്രമല്ല ബോഡിയിൽ കംപ്ലീറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബോഡിയിൽ വന്നിരിക്കുന്ന ഈ പ്രസവിച്ച് കഴിഞ്ഞാലെല്ലാം ചില സ്ത്രീകളുടെ ശരീരത്തിൽ കുറേ കറുത്ത പാടുകൾ വരും. അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ലൊരു പാക്കാണ് കേട്ടോ. ഇത് കുളിക്കുന്നതിന് മുന്നേ ഒരു 10 മിനിറ്റ് ശരീരത്തിൽ തേച്ചിട്ട് കഴുകിക്കളഞ്ഞാലും മതി സോപ്പിന് പകരം. അപ്പോൾ ഈ ഒരു പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കാമെന്നുള്ളതും അതിൻ്റെ റിസൾട്ടും നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോയിൽ ലൈവായിട്ട് കാണാം. അപ്പോൾ നമുക്കതെങ്ങനെ തയ്യാറാക്കാമെന്നുള്ളത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഓട്സ് ആണ് കേട്ടോ. ഈ ഓട്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ കറുത്ത പാടുകൾ അകറ്റാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അതൊരു 2 ടീസ്പൂണോളം ഓട്സ് നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരിക. അപ്പോൾ നല്ല ഫൈൻ പൗഡറായിട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഇനി നമുക്ക് അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. കുറച്ച് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. ഇനി ചെറിയ ഓട്സ് ഉള്ളതാണെങ്കിൽ അത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. കുറച്ച് വലുതാണെങ്കിലാണ് ബുദ്ധിമുട്ടുണ്ടാകുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കടലപ്പൊടി, കടല മാവാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് റോസ് വാട്ടറാണ് കേട്ടോ. റോസ് വാട്ടർ ഞാൻ 1 ടേബിൾ സ്പൂണോളം റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തേനാണ്. തേന് നമ്മുടെ സ്കിന്ന് നല്ലോണം മോയ്സ്ചറൈസ് ചെയ്യാൻ സഹായിക്കുന്നത്, വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഈ തേൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആണുങ്ങൾ ചോദിക്കാറുണ്ട് ഈ തേന് യൂസ് ചെയ്താൽ താടി നരച്ചു പോകുമോ എന്നുള്ളത്. തേന് നമ്മളെ സഹായിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിലുള്ള ഹെയർ എല്ലാം ലൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും എന്ന് കരുതി അതൊരിക്കലും വൈറ്റ് കളറ് ഹെയറിലേക്ക് അത് പോവില്ല. അപ്പോൾ ഈ ആണുങ്ങൾ താടിമേലെല്ലാം യൂസ് ചെയ്യുന്ന സമയത്ത് അത് ആ ഒരു ബ്ലാക്ക് കളറിനെ ഒന്ന് ലൈറ്റൻ ചെയ്യും. അതാണ് സംഭവിക്കുന്നത്, അല്ലാണ്ട് നരപ്പിക്കൂല കേട്ടോ. അപ്പോൾ തേനും കൂടി ഇട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് സാധാരണ തിളപ്പിക്കൊന്നും ചെയ്യാത്ത പച്ചപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പശുവും പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു കണക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പാക്ക് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഓയിലി സ്കിന്നുകാരെല്ലാണെങ്കിൽ പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അവർക്ക് തൈരിനേക്കാളും കുറച്ചും കൂടി നല്ലത് പാലാണ്. അപ്പോൾ അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസിയിലാക്കി എടുക്കുക. അതിന് ശേഷം നമ്മളിത് എവിടെയാണോ അപ്ലൈ ചെയ്യുന്നത്, മുഖത്തേക്കാണെങ്കിൽ മുഖത്തേക്ക്, അല്ലെ ശരീരത്തിലാണെങ്കിൽ ശരീരത്തിൽ ആദ്യം ഒന്ന് നന്നായി കഴുകി എടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അറ്റ്ലീസ്റ്റ് ഒരു 2 മിനിറ്റെങ്കിലും നമ്മുടെ മുഖത്തേക്ക് ഇത് നല്ലോണം മസാജ് ചെയ്ത് പിടിപ്പിക്കണം. ആ മസാജിങ്ങിൽ തന്നെയാണ് നമ്മുടെ ആ ഒരു റിസൾട്ടും വരിക. അപ്പോൾ 2 മിനിറ്റ് നിങ്ങൾ എന്തായാലും മസാജ് ചെയ്യാൻ മറക്കരുത്. 2 മിനിറ്റ് നന്നായി മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇനി കുളിക്കുമ്പോഴാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, ഇതുപോലെ തന്നെ സോപ്പിൽ ഉപയോഗിച്ചിട്ട് ശരീരം ഒന്ന് കഴുകി എടുത്തതിന് ശേഷം ഈ ഒരു പാക്ക് നിങ്ങൾ ശരീരത്തിൽ മൊത്തം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് മാത്രം ബോഡിയിൽ വെച്ചതിന് ശേഷം സാധാരണ വെള്ളത്തിൽ കൈ കളയുക. അപ്പോൾ ഞാനിത് കൈമേൽ നന്നായി അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് കണ്ടോ, ഡ്രൈ ആയതിനു ശേഷം അത് കംപ്ലീറ്റ് ആ പാക്ക് നമ്മുടെ കയ്യിലേക്ക് അബ്സോർബ് ചെയ്ത് പോയ പോലെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ റിമൂവ് ചെയ്തെടുക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് തന്നെ റിമൂവ് ചെയ്തെടുക്കുക. പിന്നെ ഒരിക്കലും ഭയങ്കര ഹാർഡായിട്ട് മസാജ് ചെയ്യാൻ പാടില്ല. എപ്പോഴും നമ്മൾ സോഫ്റ്റായിട്ട് മാത്രമേ നമ്മളെ സ്കിന്ന് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അപ്പോൾ ഇത് ഞാൻ നന്നായി കഴുകിയെടുക്കുന്നുണ്ട്. ആ കഴുകിയെടുക്കുന്ന സമയത്ത് തന്നെ നമുക്കിതിൻ്റെ റിസൾട്ട് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഈ പുറത്ത് പോയി നല്ലോണം വെയിൽ കൊണ്ടിട്ട് വന്നാൽ നമ്മുടെ മുഖം നല്ലൊരു കരിവാളിപ്പ് ഉണ്ടാവും. ആ കരിവാളിപ്പ് അപ്പം തന്നെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ലൊരു ഫേസ് പാക്കാണിത്. കടലപ്പൊടി ഓട്സെല്ലാം ഒരുവിധം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന സാധനം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിത് സാധാരണ വെള്ളത്തിൽ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണാൻ വേണ്ടി പറ്റും സ്കിന്നിൽ ഇത് നമ്മൾ ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളൂ. ഈ ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്യുമ്പം തന്നെ നല്ലൊരു തിളക്കം കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ അത്യാവശ്യം കുറച്ച് കളറ് വരും, നല്ല സോഫ്റ്റ് ആവും. ഇത് ആഴ്ചയിൽ 2 പ്രാവശ്യം നിങ്ങൾ 1 മാസം കണ്ടിന്യൂ ചെയ്താൽ മുഖത്തേക്ക് ഉറപ്പായിട്ടും നല്ല മാറ്റം തന്നെ വരും. എൻ്റെ 2 കൈയും വെക്കുമ്പം തന്നെ ഏകദേശം ഒരു മാറ്റം നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കൈനേക്കാളും കുറച്ചും കൂടി ഒരു ഗ്ലോ മറ്റേ കൈക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. പക്ഷേ ഇതിപ്പോൾ എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്തുകൊണ്ടാണ് ഇത്ര റിസൾട്ട് നിങ്ങൾ കാണുന്നത്. ഇതിൽ
അതിലും നല്ല റിസൾട്ടാണ് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക. എന്തായാലും നിങ്ങളുടെ അടുത്ത് ഈ സാധനങ്ങളിൽ അവൈലബിൾ ആയി ഇപ്പോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ റിസൾട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇതുപോലെ പിന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് സെറം, അതേപോലെ തന്നെ ഫേസ് പാക്കുകൾ, അതുപോലെ ഫേഷ്യൽ വീട്ടിൽ തന്നെ എങ്ങനെ ഫേഷ്യൽ, അങ്ങനെയുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ റിസൾട്ട് ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.